തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ഇപ്പോൾ പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ 15 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. സംവിധായകൻ VM വിനു, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് PM നിയാസ് എന്നിവർ മത്സര രംഗത്തുണ്ട്. കോർപ്പറേഷൻ കക്ഷി നേതാവായ ശോഭിതയ്ക്ക് സീറ്റില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ മറ്റന്നാളായിരിക്കും കോൺഗ്രസ് പ്രഖ്യാപിക്കുക. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ 15 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ 15 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംവിധായകനായ VM വിനു കല്ലായിൽ നിന്ന് മത്സരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് PM നിയാസ് എന്നിവർ ആണ് മത്സര രംഗത്തുള്ളത്. കോർപ്പറേഷൻ കക്ഷി നേതാവായ ശോഭിതയ്ക്ക് സീറ്റില്ല എന്നും അറിയാൻ സാധിക്കുന്നു. അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ രണ്ടാം ഘട്ടത്തിൽ 15 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സംവിധായകൻ VM വിനു അടക്കം മത്സര രംഗത്തുണ്ടാകുമെന്നതാണ്. കല്ലായിൽ നിന്നാണ് VM വിനു ജനവിധി തേടുക. കൂടാതെ തന്നെ കോൺഗ്രസ് നേതാവായ PM നിയാസും മത്സര രംഗത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേഷൻ കക്ഷി നേതാവായ ശോഭിതയ്ക്ക് സീറ്റില്ല എന്ന് തന്നെയാണ്. കൂടാതെ തന്നെ അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ മറ്റന്നാൾ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശന